ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫർമേഷനിൽ നിന്നാണ്. വൺസ് ആൾ ടേക്ക് ദി ആഫർമേഷൻ കാർഡ്സ് നോക്കുന്നതാണ്. ഓക്കെ, സോ എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പേഴ്സണൽ ആൻഡ് ഹീലിംഗ് സെഷൻസ്, പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ് സെഷൻസ് ബുക്ക് ചെയ്യാനുള്ള നമ്പറും സേവ്സ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, കൈൻഡ്ലി അവിടെ എന്നെ ഫോളോ ചെയ്യുക ആൻഡ് ഷോർട്സ് കാണുക. സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകർക്ക് വരുന്നത്. സോ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ. ഓക്കെ, so I'll take this as 1 and they'll take it as 2. Okay, okay, so Prekshaka, group 1, when I have overshared I simply say wait, why am I talking? Okay, idana ningade card. Group 2, I release my need to be perfect and I center into my commitment to serve the world more love. ഇതാണ് ഗ്രൂപ്പ് 2. ഓക്കെ, സോ ചൂസ് ചെയ്യൂ. ഓക്കെ, പ്രേക്ഷകരുടെ ഏത് കാർഡാണ് ചൂസ് ചെയ്യുക. ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ഐ സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. സോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ഫസ്റ്റ് കാർഡ് വിച്ച് ടോക്സ് അബൌട്ട് ഓവർ ഷെയറിങ്. So first aura cleanse ചെയ്യാം. Okay, so let there be no negativity. എല്ലാ നെഗറ്റിവിറ്റിയും മാറി പോകട്ടെ. All right. Okay. All right. So something about oversharing. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നിങ്ങൾക്ക് ആവശ്യത്തിലേറെ നിങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാകാം, നിങ്ങളുടെ പേരൻസുമായിട്ടാകാം, നിങ്ങളുടെ ലവ് വൺസ്, ഓക്കെ, നിങ്ങളുടെ സ്പൗസുമായിട്ടാകാം. പക്ഷേ ആ ഷെയറിങ് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് അങ്ങനത്തെ ഒരു അഡ്വൈസ് വന്നത്. ഓൾറൈറ്റ്. സോ പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ആസ് വെൽ ആസ് സേവ്സ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, കൈൻഡ്ലി ചെക്ക് ചെയ്യുക ആൻഡ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. 4 of Swords, the Devil, King of Swords, Wheel of Fortune, good, King of Wands, 3 of Cups, just one card please, the Chariot. Okay, all right. So പ്രേക്ഷകർ നിങ്ങളുടെ വിജയത്തെയാണ് നിങ്ങൾ ഓവർഷെയർ ചെയ്യുന്നത്. ഓക്കെ, സി, നിങ്ങൾ ഒരു കാര്യം ഒരാളോട് പറഞ്ഞ് നിങ്ങൾ വളരെ പീസ്ഫുള്ളാണ്, നിങ്ങൾ അധികം ആലോചിക്കുന്നില്ല, നിങ്ങൾ കെയർ ഫ്രീ മോഡിലാണ്. പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇൻഫോർമേഷൻ എടുത്തിട്ട് നിങ്ങൾക്കെതിരെ സംസാരിച്ച് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കെതിരെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് ആൾക്കാർ ആൻഡ് നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ സേഫ് ആണ്. ബട്ട് ദർ ആർ പീപ്പിൾ, സി, നിങ്ങൾ ഫിസിക്കലി സേഫ് ആയിരിക്കാം, ബട്ട് യു ഹാവ് ടു ബി സേഫ് സ്പിരിച്വലി. ഓക്കെ, സൈക്കിക് അറ്റാക്സിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടേണ്ടതാണ്. സോ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ മറ്റാൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ കാർഡ് ഈസ് ഡെവിൾ. യുനോ, നിങ്ങളുടെ ലൈഫിൽ ആരോ ഉണ്ട്, ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു കൺട്രോൾ യു. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ ഫൈനാൻസസ് കൺട്രോൾ ചെയ്യണം, നിങ്ങളെങ്ങനെ ഒരുങ്ങുന്നു, റെഡിയാവുന്നു, അത് കൺട്രോൾ ചെയ്യണം, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അത് കൺട്രോൾ ചെയ്യണം. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ചിലർക്ക് ഇത് ബോസാണ്, ചിലർക്ക് അവരുടെ വീട്ടിൽ തന്നെ ആരോ ഉണ്ട്. ഓക്കെ, സോ കൺട്രോളിങ് എനർജി ഏരിയ ആണ്. ഓൾ റൈറ്റ്.
സോ ആ ആളുടെ അടുത്ത് നിങ്ങളുടെ വിവരങ്ങൾ എത്തുന്നുണ്ട് ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് യൂസിങ് ദി ഇൻ്റലിജൻസ് നിങ്ങളെ കൺട്രോളിൽ വെക്കാൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദർ ആർ പീപ്പിൾ, ഓക്കെ, ഇവർക്ക് നിങ്ങളുടെ ഉയർച്ച കാണാൻ താല്പര്യമില്ല. ഓക്കെ, ബട്ട് വീൽ ഓഫ് ഫോർച്യൂൺ സെൻറ്ററിലാണ് വന്നത്. ഓക്കെ, ദ വീൽ ഈസ് ഇൻ യുവർ കോട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ലക്ക് വളരെ സ്ട്രോങ് ആണ് ആൻഡ് നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഓവർ ഷെയറിങ് നിങ്ങൾ നിർത്തണം. ഓക്കെ, ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്ക് വഴികൾ വന്ന് ചേരുന്നുണ്ട്, നിങ്ങൾക്ക് ഐഡിയാസ് വന്ന് ചേരുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് ആകാം, ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആകാം, കൊലീഗ്സ് ആകാം, പാർട്ട്നേഴ്സ് ആകാം. അവർക്കൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനും ആൻഡ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരാനും യുണൈറ്റഡ്ലി വർക്ക് ചെയ്യുന്ന ചില മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് ആരാണോ നിങ്ങളുടെ കൺട്രോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, പ്രേക്ഷകർക്ക് അതറിയാം ആരാണെന്നുള്ളത്. ഓക്കെ, അവരിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുക. ഓൾറൈറ്റ്, മൈറ്റ് ബി നോട്ട് ഈസി ഫോർ എവ്രി വൺ. കാരണം ചില പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും അവരുടെ ലവ് വൺസ് പെർട്ടിക്കുലർലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് പെർട്ടിക്കുലർലി ഉണ്ടെങ്കിൽ അവരോടെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ആ ഷെയറിങ് നിങ്ങൾക്ക് ഒബ്സ്റ്റിക്കിൾ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്, വിച്ച് വി ഡോണ്ട് വാണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷെയറിങ് നിർത്തുക. ജസ്റ്റ് സർഫസിലുള്ള കാര്യങ്ങൾ പറയുക, വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, റൈറ്റ്, ഐ വുഡ് ലൈക്ക് ടു സീ എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്. വിസ്ഡം, യൂസ് യുവർ വിസ്ഡം. ഓക്കെ, നിങ്ങളിൽ ഒത്തിരി വിസ്ഡം ഉണ്ട്, നിങ്ങൾക്കറിയാം എന്താണ് ശരി എന്തല്ല. ഓക്കെ, ഈവൻ നിങ്ങൾക്കിതും അറിയാം, ഇഫ് ഒരു ഒബ്സ്റ്റിക്കിൾ വരികയാണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് വെളിയിലിറങ്ങാൻ, അതിലും നിങ്ങൾ പര്യാപ്തരാണ്. എന്നാൽ പോലും വിസ്ഡം യൂസ് ചെയ്യൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട ആവശ്യം വരുന്നില്ല. The universe, yes, the universe is helping you. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാകാം, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ടാകാം. യൂണിവേഴ്സ് അത് കേൾക്കുന്നുണ്ട് ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. സേക്രൽ ചക്ര, പ്രേക്ഷകരുടെ സേക്രൽ ചക്ര ഇൻടാക്റ്റ് ആയി വെക്കൂ. ഓക്കെ, സേക്രൽ ചക്ര മന്ത്ര വം എന്ന് ചൊല്ലൂ അല്ലെങ്കിൽ സബ്ലിമൽസ് കേൾക്കൂ. ബിക്കോസ് നിങ്ങളുടെ സേക്രൽ ചക്ര ആണ് നിങ്ങളുടെ ഐഡിയാസ് വരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഐഡിയാസ് ബ്ലോക്ക് ആകാതിരിക്കാനാണ് സേക്രൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്. സി, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നല്ലൊരു ടൈം പീരീഡ് ആണ്, നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകാൻ പോവുകയാണ് ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് ഹീലിങ്ങും വരുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഐ ടേക്ക് വൺ മോർ കാർഡ് ആൻഡ് ദെൻ വിൽ വൈൻഡ് അപ്പ്. ഇമോഷണൽ വിഡ്രോൾസ്, എവിടെയോ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആകാം, ബിസിനസ് റിലേറ്റഡ് ആകാം, ഫൈനാൻസസ് റിലേറ്റഡ് ആകാം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആകാം. എവിടെ നിങ്ങൾ ഇമോഷണൽ വിഡ്രോ ചെയ്തോ നിങ്ങളുടെ മൊത്തം ഊർജം, നല്ല ഊർജം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ ഷോർട്ട് റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് നോ നീഡ് ടു ബി പെർഫെക്റ്റ് എന്ന കാർഡാണ്. സോ നമുക്ക് നോക്കാം. സോ ഐ ഫീൽ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഏറെ ടൈം പെർഫെക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പെർഫെക്ഷൻ അല്ല നിങ്ങളുടെ മെയിൻ ഫോക്കസ് ആയിരിക്കേണ്ടത്. നിങ്ങളുടെ മെയിൻ ഫോക്കസ് ആയിരിക്കേണ്ടത് ദാറ്റ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എത്ര പേർക്ക് അത് ഉപകാരപ്പെടുന്നു അത്രയും പേരുടെ അടുത്ത് എത്തിക്കൂ എന്നതാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ എന്താണോ പ്രൊഫഷണലി ചെയ്യുന്നത്
ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ എന്നതാണ് പറയുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് മീ ക്ലെൻസ് യുവർ ഓറ. ഓക്കെ, സോ ദാറ്റ് എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. ഓക്കെ ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ലെറ്റ് സി എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദ സ്റ്റാർ കാർഡ്, Four of Cups, നിങ്ങൾക്ക് രണ്ട് കാർഡ്സ് ആയിട്ടാണ് വരുന്നത്. സോ മൈറ്റ് ബി 22 എന്ന നമ്പർ പ്രേക്ഷകർക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്? അഗെയിൻ 22, Ace of Pentacles, Queen of Swords. Okay, so Star card, Four of Cups, Hierophant, Moon, Pentacles, Queen of Cups. Wow. Wow, Page of Swords. All right. So, പ്രേക്ഷകരുടെ ഫെയിം. ഓക്കെ, പ്രേക്ഷകർ ചെയ്യുന്ന ജോലിയിൽ ഏറെ ഫെയിം ഉണ്ട്. ഓക്കെ, ആൾക്കാർ ഏറെ അറിയപ്പെടും. ഓൾറൈറ്റ്, പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് നിങ്ങളുടെ ഏതോ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടാണ്. മൈറ്റ് ബി ലെറ്റിംഗ് ഗോ വളരെ ബുദ്ധിമുട്ടാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, ആൾക്കാരെന്ത് ചെയ്തു, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നേരിടേണ്ടി വന്നു. ഓക്കെ, ആ കാര്യങ്ങൾ വിട്ടുപോകാൻ ഭയങ്കര പാടാണ്. ഈവൻ തോ നിങ്ങൾ ദൈവത്തെ ഏറെ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വർക്ക് നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലി ആൻഡ് നിങ്ങൾ താമസിക്കുന്നത് ആ ചുറ്റുപാട് അത്ര ശരിയല്ല. ഓക്കെ, ഐ റിയലി ഫീൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി നിങ്ങളുടെ മേളിലൊരു കണ്ണ് വെക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കെതിരെ ഗോസിപ്സും നടക്കുന്നുണ്ട്. ഓക്കെ, സോ എവിടെയോ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ. ഓക്കെ, ബട്ട് സോ നൗ ഐ ഗോട്ട് ഇറ്റ്. ഓൾറൈറ്റ്, ഈ കാര്യമാണ് നിങ്ങളുടെ വർക്കിലേറെ തടസ്സങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ നീഡ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഈ കാര്യം ഈ രീതിയിൽ ചെയ്യണം, പക്ഷെ നിങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ ഏറെ ഓബ്സ്റ്റിക്കിൾ വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡൈവേർട്ടായി പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ല. സംതിങ് ഈസ് ഹാപ്പനിങ്. ഈ ബ്ലോക്കേജസ് ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് യുവർ സറൗണ്ടിങ് ആണ്. ഡു നോട്ട് വറി, ബിക്കോസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾക്ക് വന്നത്. നിങ്ങളുടെ അടുത്തൊരു പുതിയ ഐഡിയ വരുന്നുണ്ട്, ഒരു പുതിയ സപ്പോർട്ടാണ് വരുന്നത്. ഓക്കെ, ബിക്കോസ് ഐ ഗെറ്റിംഗ് ദറ്റ് ഡിവൈൻ ഈസ് ഗിവിങ് യു സപ്പോർട്ട്. ഓക്കെ, ആ ഒരു തക്ക ടൈമിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളെ നിരീക്ഷിക്കുന്ന ആൾക്കാരെ മാറ്റി തരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറിലും കാര്യങ്ങൾ നടത്തി തരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ പ്രൈസിലായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷനിലായിരിക്കണം. നിങ്ങളുടെ ഇത്രയും സെയിൽസ് ആണ് ടാർഗറ്റ്, ആ സെയിൽസിലായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കുടുംബമാണെങ്കിൽ അവിടെ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ്, നോട്ട് ഓൺ ദീസ് പീപ്പിൾ. ഓക്കെ, ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ട് പേജ് ഓഫ് സ്വോർഡ് ആണ്. ബിക്കോസ് ദർ ഇസ് എ ക്ലാരിറ്റി കമ്മിങ്. പക്ഷേ ഈ ക്ലാരിറ്റി ചിലപ്പോൾ ഇത്തിരി ഹാർഷ് ആകാം, ഇത്തിരി റൂഡ് ആകാം. സോ ഐ ആം ഗോയിങ് ടു ക്ലാരിഫൈ ദാറ്റ്. ഓക്കെ, ഡിവൈൻ ഏഞ്ചൽസ്, please give me a clarification on page of sword for group 2. My goodness, പേജ് ഓഫ് സ്വോർഡിൻ്റെ മേളിലൊരു പേജ് ഓഫ് സ്വോർഡ് ആണ്. again 2 22, so double confirmation and double truth ആണ്. ദാറ്റ് മീൻസ് പ്രേക്ഷകർക്ക് വലിയൊരു ട്രൂത്ത് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. മൈറ്റ് ബി ചില പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു അറിയാൻ എന്താണ് സത്യം, ആ സത്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻ വരാം. ഓക്കെ, സോ പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് സ്വോർഡ്.
Ten of Swords. ഓക്കെ, ഐ ബിലീവ് ഈ വരുന്ന ക്ലാരിറ്റി നിങ്ങളുടെ വിഷമം, ഏത് വിഷമമാണോ നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റാതെ പോകുന്നത്, ഓക്കെ, ആ വിഷമത്തെക്കുറിച്ചാണ്. സോ നിങ്ങൾ ഓൾറെഡി ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. സോ ഡബിൾ കൺഫർമേഷൻ, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാകാം. ഓക്കെ, ഇത് നിങ്ങളെ ബിട്രേ ചെയ്ത, നിങ്ങളെ ചതി വഞ്ചനയിൽ പെടുത്തിയ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ ഹെൽത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ചാണ്. ആൻഡ് ഇവിടെ കാണിക്കുന്നത് 3 പേരാണ്. സോ 3 പേരുടെ ജോഡി, ഏതൊക്കെ ജോഡിയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് അവരെ പറ്റിയിട്ടാണ്. ഓക്കെ, പക്ഷേ ഈവൻ ഇൻ ദീസ്, ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരെ റെവലേഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരാളെ പറ്റിയിട്ടും നിങ്ങൾ അറിയുന്നതാണ്. ഓക്കെ, ഈ ആൾ ഫിസിക്കൽ റെലമിൽ ഒരാളായിരിക്കാം, നിങ്ങളുടെ ബന്ധുവായിരിക്കാം, നിങ്ങളുടെ ലവ് വൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ കുറിച്ചും നിങ്ങൾ അറിയുന്നതാണ്. ഇത് വ്യക്തമാകുന്നതാണ്. ഓക്കെ, ഓ മൈ ഗുഡ്നസ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഈ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി എടുത്ത ആ ഒരു ഏഞ്ചലിനെ കുറിച്ചും നിങ്ങൾ അറിയും എന്നതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ചില പ്രേക്ഷകർക്ക് അത് അവരുടെ ആൻസെസ്റ്റേഴ്സാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രീംസിൽ അറിയാൻ പറ്റുന്നതാണ് ആൻസെസ്റ്റേഴ്സിനെ കുറിച്ച്. ഓക്കെ, ഓ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്. Heartache and loss. Okay, heart chakra, material harvest, victory and success, positive movement forward. Okay, സോ ദ ഗുഡ് ന്യൂസ് എന്താണ്? ഗുഡ് ന്യൂസ് ഇതാണ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ആൾക്കാർ, ഏതൊക്കെ ആൾക്കാർ നിങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നോ അവരുടെ മെയിൻ എയിം ആയിരുന്നു നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഐ ബിലീവ് നിങ്ങൾ വളരെ ചൈൽഡിഷ് ബിഹേവിയർ ഉള്ള ആളായിരുന്നു. ലൈക്ക് എപ്പോഴും സന്തോഷിക്കുക, ആത്മാർത്ഥതയോട് സന്തോഷിക്കുക, എല്ലാവർക്കും വേണ്ടി എപ്പോഴും റെഡി ആയിരിക്കുക, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കുക, എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം ആലോചിക്കുക. ഓക്കെ, ആ ടൈപ്പ് എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആക്കുക, ദാറ്റ് ഈസ് അവർ ആ ടൈപ്പ് അല്ല, നിങ്ങളും ആവരുത് എന്നുള്ള രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര അവർ ബ്ലോക്ക് ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ ഏറെ വിഷമങ്ങൾ ഈ ആൾക്കാർ കടത്തി തന്നു. നൗ ലെറ്റ് മീ ടെൽ യു, ഓക്കെ, ഈ ആൾക്കാരെ കുറിച്ച് അറിയുമ്പോൾ, ഇനി ഈ ആൾക്കാർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നാൽ പ്ലീസ് ഡു നോട്ട് ഗിവ് ദം സ്പേസ്. ഓക്കെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്നേക്ക് അതിൻ്റെ തൊലി ഷെഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, തൊലി ഇടയ്ക്കിടയ്ക്ക് ഷെഡ് ചെയ്യും, പക്ഷെ പിന്നെയും അത് സ്നേക്ക് തന്നെയാണ്. ഓൾ റൈറ്റ്, റിമെമ്പർ ദാറ്റ്. നൗ ഇവിടെ വരാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, പെർട്ടിക്കുലർലി ദിസ് ഗാർഡിയൻ ഏഞ്ചൽ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റർ, ഈ ആൻസിസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകാൻ. അതിലൂടെ നിങ്ങളുടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഇൻ ദ സെൻസ് ഫൈനാൻസസിൽ ബൂസ്റ്റിംഗ് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ലിവിങ് കണ്ടീഷനിൽ ബൂസ്റ്റ് ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് നല്ല ഉയർച്ച വരുന്നതാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. എത്ര ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ നേരിട്ട് മുന്നോട്ട് വന്നു, നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ്. ആൻഡ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് മൂമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഒബ്സ്റ്റിക്കിൾ ഉണ്ടാകില്ല എന്നതല്ല, പക്ഷേ അതൊന്നും നിങ്ങളെ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഓക്കെ, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, so that's it guys. Wow, I love this guardian angel. Okay,
ഗാർഡിയൻ ഏഞ്ചൽ ആരാന്ന് അറിയുമ്പോൾ ഗിവ് ദാറ്റ് ഗാർഡിയൻ ഏഞ്ചൽ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് താങ്ക്സ്. ഓക്കെ, സോ ഇതാണ് ഗൈസ് നിങ്ങളുടെ ഷോർട്ട് റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.